എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഇടിച്ചു പിഴിഞ്ഞ പായസമാണ്. ഈ ഒരു പായസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് കൂടുതൽ അളവിലാണ് തേങ്ങാപ്പാലും നെയ്യൊക്കെ ചേർക്കുന്നത്. തേങ്ങാപ്പാലിന്റെ അളവ് കൂടുതൽ ചേരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പായസം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ്. ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് പറയുന്നത് പണ്ടുകാലത്ത് മിക്സി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് കൈ ഉപയോഗിച്ച് നല്ലപോലെ പിഴിഞ്ഞൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കിയിരുന്നതും. ഇനി ആയിരിക്കണം ഈ ഒരു പായസത്തിന് ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന പേര് വന്നിട്ടുള്ളതും. ഇപ്പോൾ വിഷുനാളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീടുകളിൽ തയ്യാറാക്കാനും നോൻപ് കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പായസം തയ്യാറാക്കി കഴിക്കാനും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ തന്നെ പ്രയോജനകരമായിരിക്കും. കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കൽ തരാൻ മറക്കരുതട്ടോ കൂട്ടുകാരെ. അപ്പോൾ നോക്കാം എങ്ങനെയാണ് നല്ലൊരു ഇടിച്ചു പിഴിഞ്ഞ പായസം തയ്യാറാക്കി എടുക്കുന്നതെന്ന് വീഡിയോയിൽ കൂടെ കണ്ടു നോക്കാം. അങ്ങനെ നമുക്ക് പായസത്തിന്റെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അരി ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകി കൂടി എടുക്കാം. നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കണം. ഇന്നത്തെ നമ്മുടെ പായസത്തിനുള്ള അരി വേവിച്ചെടുക്കാൻ പോകുന്നത് കുക്കറിൽ വെച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. കുക്കറിലേക്ക് അരി മാറ്റി കഴിഞ്ഞാൽ പിന്നെ അരി വെന്ത് വരാൻ ആവശ്യമായ 3-ാം പാല് ചേർക്കണം. 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് ആണ് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അരി എടുത്ത ഗ്ലാസ്സിൽ 3 ഗ്ലാസ് 3-ാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ളുപ്പും കൂടി ചേർത്ത് അരി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ മൂടിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ അരി വേവിച്ചെടുക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരി വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരിക്ക് 600 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസ് അളവെന്ന് പറഞ്ഞാൽ 300 ഗ്രാം അരി ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കേണ്ടതും. ശർക്കര ഒന്ന് ഉരുക്കി കിട്ടണം, അതുപോലെ തന്നെ അരി വെന്തും കിട്ടണം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ നാളികേര പാലൊന്ന് പിടിഞ്ഞു വെക്കണം. 2 വലിയ നാളികേരത്തിൽ നിന്നും 4 ലിറ്റർ 1-ാം പാലും 1 ലിറ്റർ 2-ാം പാലും 3/4 ലിറ്റർ 3-ാം പാലുമാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കുക്കറിൽ നിന്നും 5 വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുക്കറിന്റെ എയറൊക്കെ പോയി ഒന്ന് തണുത്ത് കിട്ടണം. ഇപ്പോൾ നമ്മുടെ ശർക്കരയും നന്നായിട്ട് തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. കട്ടകളെല്ലാം നന്നായിട്ട് ഉടഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുക്കറിന്റെ എയറെല്ലാം പോയി വന്നിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെന്ത് വന്നിട്ടുള്ള ഈ ഒരു ചോറ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള 3-ാം പാല് കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവായിരുന്നു. ഇപ്പോൾ വെന്ത് വന്നിട്ടുള്ള ഈ ഒരു ചോറ് നമുക്ക് മറ്റൊരു ഉരുളിയിലേക്ക് മാറ്റാം. ഞാനിവിടെ ഇതുപോലെ ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനി ഒന്ന് അരിച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ചോറ് കട്ടകളെല്ലാം ഉടച്ച് നമുക്ക് ശർക്കര പാനിയിലേക്ക് ഒന്ന് അലിയിച്ചെടുക്കണം. അതിനായിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോറിന്റെ കട്ടകളെല്ലാം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ശർക്കര പാനിയിൽ കിടന്നുകൊണ്ട് ചോറ് നല്ല പോലെ ഒന്ന് വറ്റി കിട്ടണം. ഇപ്പോൾ വെന്ത ചോറും ശർക്കര പാനിയും കൂടെ നന്നായിട്ട് തന്നെ തിളച്ച് കുറുകിക്കൊണ്ടിരിക്കുവാണ്. ഒന്നുകൂടി വറ്റി വരുന്ന പാകത്തിലേക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2-ാം പാല് ഒഴിച്ചു കൊടുക്കണം. ഒരു സമയത്തെല്ലാം ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെ വളരെ തന്നെ സാധ്യത കൂടുതലാണ്. നമ്മുടെ ശർക്കരയും അരിയും ഒക്കെ നല്ല പോലെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് 2-ാം പാല് 1 ലിറ്റർ അളവിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ള ഉരുളി നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു പാകത്തിലാണ് ഇപ്പോൾ ആയി വന്നിട്ടുള്ളത്. പായസം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. നല്ലവണ്ണം അടി ചേർത്ത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് പായസം നല്ല അടി ചേർത്ത് ഇളക്കി കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ഉരുളിയിൽ നിന്നും മറ്റൊരു ഉരുളിയിലേക്ക് മാറ്റുവാണ്. ഒരു സമയത്തും നമ്മുടെ പായസം നല്ല പോലെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് പായസം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നതും. അങ്ങനെ നിറഞ്ഞു കവിഞ്ഞ പായസം മറ്റൊരു ഉരുളിയിലേക്ക് ഞാനിവിടെ മാറ്റിയിട്ടുമുണ്ട്. വീണ്ടും നമ്മുടെ പായസം നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരണം. അതുവരെയാണ് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടത്. ഒരു 5 മിനിറ്റ് നേരവും കൂടെ നല്ലപോലെ തിളപ്പിച്ചെടുത്തപ്പോൾ നമ്മുടെ പായസം ഒന്ന് വറ്റി കുറുകി വരുന്ന പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പായസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കി എടുക്കുന്നത്. തേങ്ങാപ്പാലിന്റെ അളവ് കൂടുതൽ ചേരുന്നത് കൊണ്ടും നമ്മുടെ പായസം കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പായസം 2-ാം പാലൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലേക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1-ാം പാല് കൂടെ ചേർക്കാം. 1-ാം പാല് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമായിരിക്കണം ചേർക്കേണ്ടത്. 1-ാം പാല് ചേർക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ 250 മില്ലി അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ
പായസം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. പായസം തിളച്ച് തൂവാനും പാടുള്ളതല്ല. നമ്മൾ ഇന്ന് തയ്യാറാക്കിയ പാത്രം ഉരുളിയായത് കൊണ്ടിട്ട് ഉരുളിക്ക് നന്നായിട്ട് ചൂടുണ്ടാകും. ആ ഒരു സമയം പെട്ടെന്ന് തന്നെ പാല് ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. പായസം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാല് പിരിഞ്ഞു പോവാനും സാധ്യത വളരെ തന്നെ കൂടുതലാണ്. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായും ചുക്കും കൂടെ പൊടിച്ച പൊടി ചേർക്കണം. കൂടാതെ തന്നെ ഇതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കണം. ഞാനിവിടെ ഏലക്കയും ചുക്കും പഞ്ചസാരയും കൂടി ചേർത്ത പൊടിയാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുള്ളത്. നിങ്ങൾ ഏലക്ക പൊടിച്ചെടുക്കുമ്പോൾ പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിൽ നമ്മുടെ പായസത്തിലേക്ക് 1 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് വേണം തയ്യാറാക്കാനായിട്ടും. നമ്മുടെ പായസത്തിൽ ആ ഒരു ശർക്കര കുത്തൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് താളിപ്പ് കൂടെ ചേർക്കാം. താളിപ്പ് ചട്ടിയിലേക്ക് ഞാൻ ഒരു 70 ഗ്രാം അളവിലാണ് നെയ്യ് ചേർക്കുന്നത്. ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പോളം കൊത്തിയ നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. നാളികേരത്തിന്റെ കൂടെ തന്നെ 1 പിടിയോളം കാഷ്യൂസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നാളികേരവും തേങ്ങാക്കൊത്തും നല്ലപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പായസത്തിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു പായസത്തിൽ ഞാൻ റൈസിൻസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതുമാണ്. ഇവിടെ താളിപ്പ് ഇവിടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് കൂടെ ചേർക്കാം. അങ്ങനെ താളിപ്പ് മുഴുവനും തന്നെ നമ്മുടെ പായസത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ശേഷം തവി വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൂടെ കൊടുക്കണം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ഇടിച്ചു പിഴിഞ്ഞ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. വിഷുനാളൊക്കെയാണ് വരാൻ പോകുന്നത്. ഈ ഒരു നോൻപ് കാലത്തും അതുപോലെ വിഷുവിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ വളരെ സ്വാദേറിയ നല്ലൊരു പായസമാണ്. എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത് കേട്ടോ. ഇനിയും എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.